ദുബായ് ഗ്ലോബൽ വില്ലേജിൻ്റെ ഒക്കെ അടുത്തായിട്ട് സിറ്റി ലാൻഡ് മോൾ എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പിംഗ് മോൾ ഉണ്ട്. അതിനുള്ളിൽ സെൻട്രൽ പാർക്ക് എന്ന് പറഞ്ഞിട്ടൊരു അടിപൊളി പാർക്കുണ്ട്. ഇവിടെ നിങ്ങൾ പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ വിശേഷങ്ങൾ കാണിച്ചു തരാം. നിങ്ങൾ തീർച്ചയായിട്ടും അവിടെ പോയി കാണണം കേട്ടോ. ഈ മോളിലെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് ഇതിൻ്റെ അകത്തൂടെ കുറച്ച് നേരം ഇങ്ങനെ നടന്നു പോകുമ്പോഴാണ് നമ്മുടെ പാർക്കിലേക്ക് എത്തുന്നത്. പാർക്കിനുള്ളിലേക്ക് നമ്മൾ എത്തുമ്പോൾ തന്നെ കാണുന്നത് ഇങ്ങനെ കളർഫുൾ ആയിട്ടുള്ള കുറേ ബിൽഡിങ്ങുകളൊക്കെയാണ് കേട്ടോ. ഒരു ഇറ്റാലിയൻ മാതൃകയിലൊക്കെയാണ് ഇവർ ഇതിന് പെയിൻറ്റിംഗ് ഒക്കെ കൊടുത്ത് ഡിസൈനൊക്കെ ചെയ്ത് കൊടുത്ത് വെച്ചേക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ഇറ്റലിയിലോ അല്ലെങ്കിൽ അതേപോലുള്ള രാജ്യങ്ങളിലൊക്കെ ചെല്ലുന്ന ഒരു ഫീൽ നമുക്ക് ഇവിടെ നിന്ന് കിട്ടുകയും ചെയ്യും. അവിടെ നിന്ന് പിന്നെ അങ്ങോട്ട് കാഴ്ചകളോട് കാഴ്ചകളാണ്. എന്തൊക്കെ തരത്തിലാണ് ഇവർ നമ്മളെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചേക്കുന്നത് അവിടെ ചെന്ന് കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അത്രയ്ക്ക് ഗംഭീരമായിട്ടാണ് ഇവർ ചെടികളും ഓരോ ബോർഡറുകളും ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. നിങ്ങളുടെ കുട്ടികളെയും കൊണ്ട് പോവുകയാണെങ്കിൽ അവർക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണ്. കാരണം അവർക്ക് ഓടിക്കളിച്ച് നടക്കാനും കാഴ്ചകൾ കാണാനും ഫോട്ടോസ് എടുക്കാനും അങ്ങനെ ഒരുപാട് സ്ഥലമാണ് ഇവിടെ ഉള്ളത്. ഇനിയിപ്പോൾ തണുപ്പ് കാലമല്ലേ വരാൻ പോകുന്നത്, അപ്പോൾ പിന്നെ ഒന്നുകൊണ്ടും പേടിക്കേണ്ട ആവശ്യമില്ല. വൈകുന്നേരങ്ങളിൽ അങ്ങ് പോയി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് നേരം അവിടെ ഒരു 2 മണിക്കൂറൊക്കെ പോയി അതിൻ്റെ അകത്തിരുന്ന് ഇങ്ങനെ ആസ്വദിച്ച് പോരാൻ പറ്റും. നമുക്ക് നാട്ടിലൊക്കെ എത്തിയൊരു ഫീലിംഗ് കൂടെ കിട്ടും. കാരണം കുറേ ചെടികളും മരങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് അതിൻ്റെയൊക്കെ ചോട്ടിൽ പോയിട്ട് അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ് നമുക്ക് കിട്ടുന്നത്. അവിടെ നിന്ന് കിട്ടുന്ന ആ ഒരു കാറ്റും ആ ഒരു തണുപ്പും ആ ഒരു ശരിക്കും ഒരു ശുദ്ധവായു കിട്ടുന്നത് തന്നെ നമുക്ക് വളരെ കുറച്ചല്ലേ കിട്ടുന്നുള്ളൂ. അപ്പോൾ അതൊക്കെ നമുക്ക് ആസ്വദിക്കാൻ പറ്റും. നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ ഫോട്ടോ ഇട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ കെങ്കേമായിരിക്കും. ഫോട്ടോസുകളൊക്കെ അടിപൊളിയായിരിക്കും. കാരണം ആ ഫോട്ടോസിനൊക്കെ പറ്റിയ രീതിയിലാണ് ഇവർ ആ കളർ കോമ്പിനേഷൻസ് ഒക്കെ കൊടുത്തും ചെടികളൊക്കെ വെച്ചിട്ടും ഒക്കെ സെറ്റപ്പ് ചെയ്ത് വെച്ചേക്കുന്നത്. ഈ ഒരു പാർക്കിൻ്റെ ഫുൾ വ്യൂ നിങ്ങൾക്ക് ആസ്വദിക്കുന്നതിന് വേണ്ടിയിട്ട് ഇതിനൊരു ബാൽക്കണി പോലത്തെ ഒരു സംഭവം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ കയറി നിന്നിട്ട് നിങ്ങൾ താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ അമേസിങ് വ്യൂ ആയിരിക്കും കിട്ടുന്നത്. അതുപോലെ ഈ പാർക്കിൻ്റെ ഒരു ഒത്ത നടുവിലായിട്ട് എല്ലാ സൈഡിലേക്കും വ്യൂ കിട്ടുന്ന രീതിയിൽ കുറച്ച് ഉയരത്തിലായിട്ട് കുറച്ച് സ്തൂപങ്ങളൊക്കെ വെച്ചിട്ട് ഒരു പർഗോള സ്റ്റൈലിലൊക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഫോട്ടോസ് എടുക്കുന്നവർക്ക് വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നത് മെയിനായിട്ട്. എന്തായാലും അടിപൊളിയായിട്ടുണ്ട് അവിടെയും. അപ്പോൾ എന്തായാലും സംഭവം മൊത്തത്തിൽ കലക്കനാണ്. നിങ്ങൾ വരാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ വരിക. വരുമ്പോൾ കുട്ടികളും ഫാമിലി ആയിട്ട് വരാൻ ശ്രദ്ധിക്കുക. മാത്രമല്ല വരുമ്പം കുറച്ച് നല്ല സ്നാക്സൊക്കെ വാങ്ങിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇരുന്ന് റിലാക്സ് ചെയ്ത് നിങ്ങൾക്ക് കഴിച്ചിട്ട് സുന്ദരമായി 2 പാട്ടൊക്കെ പാടി വീട്ടിൽ പോകാൻ പറ്റുന്നൊരു സ്ഥലം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ ദുബായിലെ മറ്റൊരു കിടിലൻ സ്ഥലത്തിൻ്റെ വിശേഷവുമായി നാളത്തെ വീഡിയോയിൽ നമുക്ക് കാണാം. ഇത്തരം വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്